ആരാണെങ്കിലും ശരി, ഈ ദുനിയാവിൽ വിജയിക്കണമെങ്കിൽ പരിശുദ്ധമായ ദീനോട് കൂടി അല്ലാതെ സാധിക്കില്ല. ആരുടെ ജീവിതത്തിൽ ദീനുണ്ടോ അവൻ വിജയിക്കും. ഈ ദുനിയാവിലും വിജയിക്കും, ആഖിറത്തിലും വിജയിക്കും. ഇത് ഉറപ്പായ കാര്യമാണ്. ആരുടെ ജീവിതത്തിൽ ദീനില്ലയോ അവൻ ഈ ദുനിയാവിലും പരാജയപ്പെട്ടു പോകും, നാളെ ആഖിറത്തിൽ പരാജയപ്പെട്ടു പോകും. നശിച്ചു പോകുന്ന അമാവിശേഷമായി പോയി തീരും ദുനിയാവിലും ആഖിറത്തിലും. ഇത് ഉറപ്പായ കാര്യമാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇത് ഞാൻ പറയുന്നല്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ അറിയിപ്പിച്ച കാര്യമാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവുകൊണ്ട് നമ്മൾ അറിയിപ്പിച്ച കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ദീനുണ്ടായിത്തീരണം. പക്ഷെ ദീന്റെ പരിശ്രമത്തിൽ കൂടിയേ ഉണ്ടായിത്തീരുള്ളൂ. ദീനിന്റെ അധ്വാനത്തിൽ കൂടിയേ ഉണ്ടാവുള്ളൂ. ദീനിന്റെ പരിശ്രമം ലോകത്ത് നടന്നില്ല എങ്കിൽ ഒരിക്കലും ദീനുണ്ടാവില്ല. ഉലമാക്ക പറയും, ദീനില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ നഫ്സാനിയത്താണ് ഒന്ന്. പിന്നെ ശൈത്താൻ അതിന്റെ പിറകെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വ്യക്തമായ ശത്രുവാണ് ശൈത്താൻ. നഫ്സ് എപ്പോഴും നമ്മൾ നാശത്തിലേക്ക് കൊണ്ടുപോയി വിടും. ഉലമാക്ക പറയാറുണ്ട്, ഈ രണ്ട് കാര്യങ്ങളും ഇരുളുകളാണ്, പാപങ്ങളാണ്, മനുഷ്യനെ നശിപ്പിക്കുന്ന സാധനങ്ങളാണ്. ഇതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി അള്ളാഹു നബിമാരെ കൊണ്ടുവന്നത്. ഇതിനെതിൽ പ്രവർത്തിക്കാനാണ് നബിമാർ വന്നത്. ആദം നബി അലൈഹി സ്വലാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ വരെയുള്ള എല്ലാ നബിമാരും ദുനിയാവിൽ വന്നത് ഇതിനെതിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യരെ നഫ്സാനിയത്തിൽ രക്ഷപ്പെടുത്തി, ശൈത്താന്റെ പിടിയിൽ രക്ഷപ്പെടുത്തി, അവരെ രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുത്ത് അതിൽ ഉറപ്പിച്ചു നിർത്തി രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതിന്റെ പരിശ്രമത്തിന് വേണ്ടി നബിമാരെ അള്ളാഹു അയച്ചു. ആ നബിമാര് വന്ന് പരിശ്രമിച്ചപ്പോഴെല്ലാം ലോകത്ത് പരിശുദ്ധമായ ദീനുണ്ടായിത്തീർന്നു. ജനങ്ങൾ സന്തോഷത്തിലും റാഹത്തിലും സുഖത്തിലും കുടുംബജീവൻ നല്ലതിലും എല്ലാ നിലയിലും നന്നായി തീർന്നു. കുടുംബം, ഭരണം, കുട്ടികൾ, മക്കള്, ഭാര്യ എല്ലാം നന്നായി തീർന്നു. അവസാനത്തെ നബിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബിയാണ്. ഇനി നബി വരികയില്ല. എന്നാൽ നബിമാരെ പരിശ്രമം അവസാനിച്ചു പോയി. പക്ഷേ ശൈത്താന്റെയും നഫ്സിന്റെ പരിശ്രമം അവസാനിച്ചിട്ടില്ല. അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് റെസ്റ്റ് ഇല്ല, നടക്കുകയാണ്. പക്ഷെ നബിമാരെ പരിശ്രമം നിന്നുപോയി. ഇനി നബി വരികയില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അതിന്റെ ബദലിനെ കൊണ്ടുവന്ന്, പകരം കൊണ്ടുവന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ബദലായിട്ട് അല്ലാഹു കൊണ്ടുവന്ന ആരെയാണ്? അള്ളാഹിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിനെ കൊണ്ടുവന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാര് ചെയ്ത ജോലി ഏൽപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ ഉമ്മത്തിന്, അള്ളാഹിന്റെ ഹബീബായ റസൂൽ തങ്ങളുടെ ഉമ്മത്തിന് ഈ ജോലി അല്ലാഹു ഏൽപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഉലമാക്ക പറയാറുണ്ട്, എല്ലാ നബിമാരുടെ ശേഷം നബിമാർ വന്നു, പരിശ്രമിച്ച് ദീനുണ്ടായി. നബിമാര് പോയി, ദീനില്ലായ്മ വന്നു. പക്ഷെ അള്ളാഹിന്റെ ഹബീബായ റസൂൽ തങ്ങൾ വന്നു വന്ന ഉടനെ തങ്ങൾക്ക് അറിയാമായി, ഞാൻ അവസാനത്തെ നബിയാണ്, ഇനി നബി വരികയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ 23 വർഷം പരിശ്രമത്തിന്റെ ആകെ തുക എന്താണ്? തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്യാഗങ്ങൾ, ബുദ്ധിമുട്ടുകള്, കുടുംബത്തിനുള്ള ഷഹീദായ ആൾക്കാർ, മക്കൾ പട്ടിണി കിടന്നത്, മക്കൾ ഷഹീദായ മരണപ്പെട്ടു പോയി, എല്ലാ പ്രശ്നങ്ങളും, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകളെല്ലാം തങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്തു. ഇതെല്ലാം പരിഹാരമായിട്ട് തങ്ങൾ എന്ത് ചെയ്തു? തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം 1,24,000 സഹാബാക്കളുടെ തങ്ങളെ ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി. തങ്ങളുടെ സിഫാത്തോടു കൂടി, തങ്ങൾ ഏതൊരു ഗുണത്തോടു കൂടിയാണ് ഈ പരിശ്രമം ചെയ്തത്, ആ ഗുണത്തോടു കൂടി തങ്ങൾ ഏതൊരു ജോലി ചെയ്യാനാണ് ദുനിയാവിലേക്ക് വന്നത്, ആ ജോലി ചെയ്യാൻ വേണ്ടി തങ്ങൾ ഈ ലോകത്ത് അവരെ തയ്യാറാക്കി വിട്ടു. അതിന് തങ്ങൾ ഈ ലോകത്ത് യാത്രയായി. സഹാബാക്കൾ ലോകത്ത് നാനാ രാജ്യങ്ങളിലേക്കും പോയി പരിശ്രമിക്കുകയുണ്ടായി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പ്രവർത്തിച്ചു. ലോകത്താർ ആരെവിടെ ചെന്നാലും ശരി എന്റെ സഹാബാക്കൾ ജനങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. മുഹമ്മദ് ബിൻ ഉസ്മാൻ റളിയല്ലാഹു തആല ഒരു ജമാഅത്താണ് മഡഗാസ്കറിലേക്ക് പോയി. 3 പേരുടെ ജമാഅത്ത്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മകൻ മുഹമ്മദ് ബിൻ ഉസ്മാൻ, കൂട്ടത്തിൽ 2 പേരും, 3 പേരുടെ ജമാഅത്ത് മഡഗാസ്കറിലേക്ക് പോയി. ഒന്നെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ 2 ആള് വഴിയിൽ മരണപ്പെട്ടു പോയി, ഒരാൾ അല്ലെങ്കിൽ 2 പേര് അവിടെ എത്തിച്ചേർന്നു. നമ്മളെ ജമാഅത്ത് ഇപ്പൊ മഡഗാസ്കറിൽ പോയിരുന്നു. പറഞ്ഞു, വലിയ പള്ളിയാണ്, മുഹമ്മദ് ബിൻ ഉസ്മാന്റെ ഖബറുണ്ട് അവിടെ, വീടുകളെല്ലാം ചെറുതാണ്, കണ്ടാ മദീന പോലെ തോന്നും. നാട്ടുകാർ പറയണ്ടായി, ഈ നാടിന്റെ പേര് മഡഗാസ്കർ എന്ന് പറഞ്ഞാൽ മദീന അസ്കർ എന്നാണ്. മദീന അസ്കർ, ചെറിയ മദീന. അതുപോലെ സഹാബാക്കളുടെ നാട്ടിൽ പോയി 3 പേര് ചെന്ന ഒരു രാജ്യത്തേക്ക്, ആ രാജ്യം മദീന പോലായി.
ആ രാജ്യക്കാർ മദീനക്കാരെ പോലായിത്തീർന്നു. ആഫ്രിക്കൻ രാജ്യങ്ങൾ, അൽ ജസായിർ, അതുപോലെ ആഫ്രിക്ക പല രാജ്യങ്ങളും, സുഡാൻ, പല രാജ്യങ്ങളും അവരെ ഭാഷ അറബിയല്ല. ശരിക്കും അറബിയല്ല അവരുടെ ഭാഷ. പക്ഷേ അറബ് രാജ്യങ്ങൾ, പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഭാഷ ഇപ്പൊ അറബിയാണ്. അതെങ്ങനെ മാറി? സഹാബാക്കളെ രാജ്യത്തേക്ക് പോയി. 2 സഹാബി, 3 സഹാബി, 4 സഹാബാക്കൾ ആ രാജ്യത്ത് പോയി. അവർ ചെന്നു, ആ രാജ്യത്തിന്റെ ഭാഷ തന്നെ മാറ്റി കളഞ്ഞു. ഭാഷ തന്നെ മാറ്റി. മുസ്ലിമീങ്ങൾ. താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല 17 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. 17 വയസ്സ്. ഒരു രാജ്യത്തേക്കാണ് പോകുന്നത്. സ്പെയിനിലേക്ക് പോയി. ഒരു ചെറുപ്പക്കാരൻ 17 വയസ്സ്. നമ്മളെ ഭാഷ പറഞ്ഞ എന്താണ്, മുട്ടേന്ന് വിരിഞ്ഞില്ല എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് പറഞ്ഞ കളിയാക്കുവന. ഇങ്ങനെ നമ്മൾ പറഞ്ഞ കുഞ്ഞെന്ന് പറയും. താരിഖ് ഇബ്നു സിയാദ് സഹാബാക്കളുടെ മക്കളാണ്. സഹാബാക്കളുടെ മക്കൾ ഒരു രാജ്യം എടുത്ത് തലയിൽ വെച്ച് കൊടുത്താൽ അത് കൊണ്ടങ്ങ് പോകും. അങ്ങനത്തെ സഹാബാക്കളുടെ മക്കളാണ്. ഒരു രാജ്യം, യൂറോപ്യൻ രാജ്യം, ആഫ്രിക്ക, അതൊക്കെ എടുത്ത് ഇങ്ങനെ തല വെച്ച് കൊടുത്താൽ അത് കൊണ്ടങ്ങ് നടക്കും. അങ്ങനത്തെ സഹാബാക്കളുടെ കപ്പാസിറ്റി ഉള്ള മക്കൾ മുസ്ലിമീങ്ങളുടെ മക്കൾ അങ്ങനത്തെവരായിരുന്നു സഹാബാക്കളുടെ മക്കൾ. താരിഖ് ഇബ്നു സിയാദ് സ്പെയിനിൽ പോയി. 800 വർഷം നിലനിന്നു സ്പെയിനിലെ ഇസ്ലാം. 800 വർഷം നിലനിന്നു. സിയാദ് റളിയല്ലാഹു തആല പരിശ്രമമാണ്. എന്താ കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്ത് 2 വലിയ നിഅമത്തുകൾ നൽകി. 2 വലിയ നിഅമത്ത് നൽകി. ഒന്ന്, നമുക്ക് പറയും ഖുവ്വത്തെ ഫിക്ർ, ഒരു കാര്യം നടപ്പിലാക്കാനുള്ള, ചിന്തിക്കാനുള്ള കഴിവ്. 2, ഖുവ്വത്തെ അമൽ, അത് പരിശ്രമിക്കാനുള്ള ശക്തി. ഇത് 2 അല്ലാഹു ഈ ഉമ്മത്തിന് കൊടുത്ത വലിയ 2 നിഅമത്തുകളാണ്. നമ്മൾ ഇന്ന് ഇത് നമ്മളാ ദുനിയാവിന്റെ നശിച്ചു പോകുന്ന വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഇന്ന കാര്യം എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും? ആ ഫിക്കറിലാണുള്ള, ആ ചിന്തയിലാണ്. ചിന്ത ഉറങ്ങുന്നേ ഇല്ല. അവൻ നാവ് എപ്പോഴും സംസാരിക്കൂല, കൈ എപ്പോഴും പിടിക്കൂല, കാലെപ്പോഴും നടക്കൂല. ചിന്ത എല്ലാ സമയത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഈ കാര്യം എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും? എന്റെ ഒരു കട എങ്ങനെ 2 കടയാക്കാൻ പറ്റും? എന്റെ കുടുംബത്തിൽ ഇന്ന വർഷം എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഇത് ഇങ്ങനെ ലാഭം എങ്ങനെ നേടാൻ പറ്റും? ഈ ചിന്ത ഇങ്ങനെ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുക, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അവർ ശക്തി മുഴുവനും എടുത്ത് ലാഭമില്ല കഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉലമാക്ക് പറയാനുണ്ട്, ഇതേ 2 നിഅമത്തുകൾ സഹാബാക്കൾക്ക് നൽകി. ഈ 2 നിഅമത്തുകൾ അവരെന്ത് ചെയ്തു? പൂർണ്ണമായിട്ട് നിലവാക്കി. എങ്ങനെ ഈ ലോകത്ത് ഈ പരിശുദ്ധമായ ദീൻ ഹയാത്താക്കാൻ പരിശ്രമിക്കും? അതിനുവേണ്ടി അവർ ശക്തി ചെലവാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ദുനിയാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാലിനടി കൊടുക്കും. കൈസർ, കിസ്രയും റോമയും 600 വർഷം അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവൻ സമ്പത്തും അവരാണ് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹാബാക്കളുടെ പട്ടിണി കിടന്നുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഒരു റൊട്ടി ഇന്ന് കഴിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, ഞാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു റൊട്ടി കൊണ്ടുവന്നു ഒരു ദിവസം. അത് കഴിച്ചു. എന്നിട്ട് ഫാത്തിമ റൊട്ടി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി എടുത്തു. ഉപ്പായ ഓർമ്മ വന്നു. പകുതി കഴിച്ച് പകുതി ഉപ്പ കൊണ്ടുവന്നു. അത് കഴിച്ചിട്ട് നബിതങ്ങൾ പറഞ്ഞു, മോളെ ഫാത്തിമ, നിന്റെ ഉപ്പാടെ വയറ്റിൽ 3 രാപകലുകൾക്ക് ശേഷം ആദ്യം പോകുന്ന ഭക്ഷണമാണെന്ന് പറഞ്ഞു. ഇങ്ങനെ കഷ്ടപ്പെടാണ് സഹാബാക്കൾ. കൈസറേയും റോമയും കിസ്രയും അധ്വാനിക്കുകയാണ് ദുനിയാവിന് വേണ്ടി. സരമരെ പട്ടിണി കിടന്ന സഹാബാക്കൾ ദീനിന് വേണ്ടി പരിശ്രമിച്ചു. 2 പൂർത്തിയായി. കൈസറിന്റെ, കിസ്രയുടെ, റോമയുടെ ദുനിയാവിന്റെ പരിശ്രമം പൂർത്തിയായി. അള്ളാഹിന്റെ ഹബീബ് റസൂൽ തങ്ങളുടെ ദീനിന്റെ പരിശ്രമം പൂർത്തിയായി. അപ്പൊ അതെന്ത് ചെയ്തു? ദുനിയാവ് ദീനിന് വേണ്ടി പരിശ്രമിച്ച സഹാബാക്കൾക്കും നബിതങ്ങൾക്കും അല്ലാഹ് ദീനിനെ കൊടുത്തു, മുത്തം കൊടുത്തു പരിശ്രമിച്ചത്. കൈസറും കിസ്രയും റോമയെ ദുനിയാവിന് വേണ്ടി പരിശ്രമിച്ചു, അധ്വാനിച്ചു. അതെല്ലാം വാങ്ങിച്ചൊക്കെ നബിതങ്ങൾ കൊടുത്തു, സഹാബാക്ക് കൊടുത്തു. മൊത്തം അതേപോലെ വാങ്ങിച്ചു. അള്ളാഹ് മൊത്തം അവരെ കൊണ്ട് കൊണ്ടാക്കിച്ചു, മൊത്തം വാങ്ങിച്ച് ഇവരുടെ കയ്യിലോട്ട് കൊടുത്തു. ഒരു സഹാബിയുടെ കുട്ടി കിസ്ര രാജാവിന്റെ സ്വർണത്തിന്റെ കിരീടം കാലുകൊണ്ട് തട്ടുന്ന കണ്ടു. ഒരു സഹാബി ചോദിച്ചു, മോനെ ഇത് എന്താ സാധനം നിനക്ക് അറിയാവോ? ഇതെന്താന്ന് അറിയാവോ? ഇത് കിസ്രയുടെ കിരീടമാണെന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി എന്താ പറയാ, ഒരൊറ്റ അടി കൂടെ കൊടുത്തു അതിനകത്ത്. അതിന് പറഞ്ഞ് ഇത് അവന്റെ തലയിൽ ഇരുന്നിട്ട് അവനൊന്നും കിട്ടിയില്ല, പിന്നല്ലേ നമ്മളെ ഒരടി കൂടെ കൊടുത്തു അതിനകത്ത്. അതിന് പറഞ്ഞ് ഇത് അവന്റെ തലയിൽ ഇരുന്നിട്ട് അവൻ നശിച്ചു പോയി, പിന്നല്ലേ ഇത് നമുക്ക് വന്നിട്ട് പറയണം. അതുകൊണ്ട് ഉലമാക്കൾ പറയാറുണ്ട്, അതാ നമുക്ക് വലിയ 2 നിഅമത്തുകളുണ്ട്. ഇത് അള്ളാഹിന്റെ ദീനിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്നവരായി തീരണം.
100% മുസ്ലിമീങ്ങളും 100% ദീനിയായി ജീവിക്കുന്നവരായി മാറണം. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഇസ്തിമകളൊക്കെ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സമ്പാദ്യം ദുനിയാവിലെ ആഖിറത്തിലും പരിശുദ്ധമായി തീരാണ്. ഇതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുന്നവരായി തീരണം. തയ്യാറല്ലേ ഇൻഷാ അല്ലാഹ്? അതുകൊണ്ട് ഈ സമ്മേളനം ഇന്നങ്ങ് തീരും, പന്തലിങ് അഴിക്കും. അസൽ പരിശ്രമം നാളെ മുതൽ തുടങ്ങാൻ വേണ്ടി പോവാണ്. എല്ലാ മുസ്ലിമിനെ കാണണം, എല്ലാ മുസ്ലിമിനെ കാണണം. കണ്ടാൽ 2 വാക്ക് അള്ളാഹിനെ കുറിച്ച് പറയണം. സ്നേഹത്തോടു കൂടി വീട്ടിൽ പോകണം, പരസ്പരം കാണണം. കുറ്റങ്ങൾ കാണരുത്. വീട്ടിൽ പോയിട്ട് കുറ്റം, ഒരാള് ചെന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ വേണ്ടി കാക്ക മലന്ന് പറക്കുമെന്നാ തോന്നുന്നത്. ഈ മാത്രമാ പള്ളി വന്ന് ഇങ്ങനൊന്നും പറയരുത്. മനസ്സ് സന്തോഷം തന്നെ. ഒരാള് പള്ളിയിൽ വന്നു, ജീവിതത്തിൽ പള്ളി കയറാത്ത ആളാണ്, പള്ളിയിൽ വന്നു, അവനെ കണ്ടോണ്ട് പറയാൻ ആക്ക മലന്ന് പറക്കും തോന്നുന്നത് ഹദ്രാ പള്ളി നാളെ വരൂല. എന്താണ് പാവം, അതോടെ പോകും, പിന്നെ ആ പള്ളി വരൂല. ആഗ്രഹം വേണം, ഓരോരുത്തരും വരണം, ഓരോരുത്തരും വേണം, എല്ലാരെ കാണണം. പറഞ്ഞുകൊണ്ടേയിരിക്കണം ദീന്റെ കാര്യങ്ങൾ. കുറച്ച് പറഞ്ഞു ക്ഷമ നശിച്ചു പോരുത്. ചത്ത പോത്തിനോട് വേദം ഒന്നുപോലെ ഇവരോ പറയുന്ന നീ ഒന്നും ഒരിക്കലും നന്നാവത്തില്ലടാ എന്ന് പറഞ്ഞ് കളയാൻ വേണ്ടിയുള്ളതല്ല. പറഞ്ഞുകൊണ്ടേയിരിക്കണം. നസലുള്ളാഹിന്റെ സഹാബി വന്നു. നസലുള്ള അയാൾ ദഅവത്ത് ചെയ്തു. അയാളുടെ നിമിതങ്ങൾ ദീനെ അംഗീകരിച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങളെ അവൻ ഇങ്ങോട്ട് വിട്, ഇവനെ തലയാൻ വെട്ടി കളയാന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു പറഞ്ഞു, നിമിതങ്ങൾ പറഞ്ഞു, ഉമറെ നീ പോ. നസലുള്ളാഹി വീണ്ടും ദഅവത്ത് ചെയ്തു. അയാള് നബിതങ്ങളെ ദഅവത്ത് സ്വീകരിച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു നബിതങ്ങൾ പോ എന്ന് പറഞ്ഞതിന് ശേഷം ഉമർദാൻ മടങ്ങി പിന്നെ വരണമെങ്കിൽ എത്ര സമയം എടുത്ത് കാണും? നബിതങ്ങളാ പറഞ്ഞ ഉമരെ പോവാൻ പറഞ്ഞത്. ഉമർദാൻ വീണ്ടും തങ്ങളെ ഇവനെ ഇങ്ങനെ തന്നെ ഇവനെ ശരിയാക്കി തല വെട്ടിക്കളാന്ന് പറഞ്ഞു. ഉമർദാൻ നബിതങ്ങൾ പറഞ്ഞു, നബിയെ ഉമർ നീ പോവാൻ പറ്റി പറഞ്ഞു. വീണ്ടും ദഅവത്ത് ചെയ്ത മനുഷ്യനെ ക്ഷമയോടുകൂടി ദഅവത്ത് ചെയ്തു. അവസാനം ആ സഹാബി മുസ്ലിമായി. ഉമർ നിന്റെ സഹോദരൻ മുസ്ലിമായിരിക്കാന്ന് അറിയിപ്പിക്കുണ്ടായി. മുസ്ലിമായിരിക്കും. ഉമർദാൻ വലിയ സന്തോഷം തോന്നി. ഉമർദാൻ തന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മനുഷ്യൻ നീ ആയിരുന്നു, കുറച്ചു നേരം വരാം, ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ നീയാണെന്ന് പറഞ്ഞു. ആ സഹാബി അവിടെ എഴുന്നേറ്റ് പോയി അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽ പരിശ്രമിച്ചു. ആ ഗോത്രം മുഴുവൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നുണ്ടായി. അതുകൊണ്ട് ക്ഷമയോടുകൂടി എല്ലാ വീടുകളിലും പോകണം, എല്ലാ മുസ്ലിമിനെ കാണണം, എല്ലാവരെയും കണ്ട് പരിശുദ്ധമായ ദീനിയാ ജീവിതം പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കണം. തയ്യാറല്ലേ ഇൻഷാ അല്ലാഹ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ സവാബ് നൽകും. ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ വരിക പരിശ്രമിച്ചു തുടങ്ങിയാൽ അയാൾ അന്ന് മുതൽ ചെയ്യുന്ന എല്ലാ സമ്പാദ്യം നമുക്കുള്ളതാണ്. ഒരു ഹോട്ടലില് ഒരാൾ കയറും, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ സപ്ലയർ വരും. ഒരാൾ കടയിൽ കയറി ഇരുന്നു. അപ്പൊ അതിന്റെ മുതലാളി ക്യാഷിലിരിക്കുക. കയറി ഇരുന്ന ഒരാൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ മുതലാളി എന്ത് ചെയ്യും? ഒരു മണിയുണ്ട്, ഒരു ബെല്ലുണ്ടോ, അങ്ങനെ ബെല്ലിൽ തട്ടുന്നു. എന്തിനാ ഈ തട്ടുന്ന? പാവം വിശന്നിരിക്കുക, എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? ഇല്ല. എന്തിനാ തട്ടുന്ന? അയാളുടെ പോക്കറ്റിൽ ഒരു 500 നോട്ട് ഇരിപ്പുണ്ട്. ഇറങ്ങി പോകുമ്പോ എവിടെ വീഴണം? നമ്മളെ പെട്ടി വീഴണം. അതിനായി തട്ട്. കടക്കാരൻ വന്ന് പറയും ഇവിടെ ദോശയുണ്ട്, ചമ്മന്തി ഉണ്ടെന്നാണോ പറയുന്നത്? വന്നിട്ട് പറയും ഇവിടെ ചിക്കൻ ഫ്രൈ ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, ഏറ്റവും വില കൂടിയ സാധനം, അതെല്ലാം പറയും. ഇത് ഭയങ്കര സ്നേഹങ്ങൾ പറയുന്നല്ലേ? പാവത്തല്ല, എന്തിനും കഴിച്ചോട്ടെ എന്നോട് പറയുന്നല്ലേ? ഇല്ല, അയാളെ പോക്കറ്റ് ഇരിക്കുന്ന പൈസ പെട്ടി വീഴാൻ വേണ്ടിയിട്ടാണ്. സ്വരമായി ഇതേപോലെയാണ് നമ്മുടെ പരിശ്രമവും. നമ്മുടെ ഒരു വീട്ടിൽ പോയി അള്ളാഹുവിന്റെ മാർഗ്ഗം മനുഷ്യനെ കൈപിടിച്ച് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇന്നു മുതൽ ഇനി ഇവനൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ ആദ്യം നമ്മളെ കിതാബിൽ എഴുതും. നമ്മളൊരു കൂട്ടുകാരൻ ദീന്റെ പരിശ്രമത്തിൽ വലിയ പ്രധാനപ്പെട്ട ആളാണ്. 50 വർഷം 60 വർഷമായി ദീന്റെ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഏകദേശം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും യാത്ര ചെയ്തിട്ടുണ്ട്. പാസ്പോർട്ട് ഓഫീസർ പറയും ഈ മനുഷ്യന്റെ ഈ പാസ്പോർട്ട് ഒരു വലിയ ജംബോ പാസ്പോർട്ട് അങ്ങനെ കൊടുക്കണം. അത് 4 മാസത്തിൽ ഒരിക്കൽ പുതിയ പാസ്പോർട്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് എല്ലാ പേജും വിസ അടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് പാസ്പോർട്ട് ഓഫീസ് സാധാരണ പറയും ഇയാളെ പോലാണ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ലോകരാജ്യങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കാരെ ഞാൻ പലരും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം പോകുന്നത് ഒരു നേരം പട്ടിണി കിടക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ആഫ്രിക്ക രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളിലും പോയി VIP പോയി സാധാരണ യാത്ര ചെയ്യാറുണ്ട്. അവര് ഡെവലപ്ഡ് രാജ്യങ്ങൾ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് രാജ്യങ്ങൾ. ഇതേയാണെങ്കിലോ ഒരു നേരം കഴിക്കാനില്ലാത്ത രാജ്യം, ആഫ്രിക്ക രാജ്യം. അവിടെ പോയി ഒന്നും കിട്ടാനില്ല. നമ്മുടെ ജമാഅത്ത് ആഫ്രിക്ക രാജ്യത്ത് പോയി എന്നിട്ട് പറഞ്ഞ് എയർപോർട്ടിൽ ഇറങ്ങി, കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരൊന്നും ഇല്ല, ഒന്ന് ചോദിക്കുന്നത് ആ പെട്രോളാ പറഞ്ഞു. എന്താ പിന്നെ റൺവേയില് കട്ടർ, റൺവേയില്
റൺവേയില് ഗട്ടർ എങ്ങനെ ഇരിക്കുക രാജ്യം? ഒന്നും എടുക്കാനില്ല, കസ്റ്റം ഒന്നുമില്ല. ബിസ്മില്ല തീർന്നു പോ. അല്ല, അവിടെ നിന്നൊന്നും കൊണ്ടുപോകാനില്ല. ആഫ്രിക്ക ഇങ്ങനെ അവിടെ ഈ മനുഷ്യ രാജ്യത്ത് യാത്ര ചെയ്യാറുണ്ട്. അമേരിക്കയിൽ ഇസ്തിമ നടക്കുകയാണ്, സമ്മേളനം നടക്കുക. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പരിചയപ്പെട്ടു, അസ്സലാമു അലൈക്കും. അപ്പൊ അദ്ദേഹം വലിയ ആശ്ചര്യത്തോടെ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്നെ അറിയാമോ ചോദിച്ചു. പറഞ്ഞു, മോനെ നീ എങ്ങ് പറ, നീ ആരാന്ന്, എന്നെ ബുദ്ധിമുട്ടിക്കില്ല, ഞാൻ ഒരുപാട് പേരെ കാണുന്ന ആളാണ്. അപ്പൊ ഞാൻ നിങ്ങളെ നാട്ടുകാരനാന്ന് പറഞ്ഞു. ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ഞാൻ നിങ്ങളെ നാട്ടുകാരനാന്ന് പറഞ്ഞു. അതിന് പറഞ്ഞ്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം ഒരു ദിവസം നിങ്ങളൊരു ജമാഅത്ത് കോളേജിലേക്ക് വന്നു. അപ്പൊ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ഇറങ്ങി വരികയായിരുന്നു. അപ്പൊ എന്നെ മുസാഫ് അസ്സലാമു അലൈക്കും പറഞ്ഞു. മുസാഫ് മോനെ, ഈ പള്ളിയിൽ ഒരു ദീനിന്റെ സംസാരമുണ്ട്, നീ ഒന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഒന്ന് പങ്കെടുത്തു. നിങ്ങൾ സംസാരിച്ചു, അതിനുശേഷം തഷ്കീൽ ചെയ്തു, ജമാഅത്തിൽ പുറപ്പെടാൻ പേര് പറഞ്ഞു. ഞാൻ അനങ്ങാതെ ഇരുന്നു. അപ്പൊ ചോദിച്ചു, നീ പേര് പറയാൻ പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞ്, എന്റെ ഉപ്പ എന്നെ ജമാഅത്തിൽ വിടൂല്ല എന്ന് പറഞ്ഞു. ഞാൻ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ട് എന്റെ വാപ്പാടത്ത് പോയി. എന്റെ വാപ്പായോട് മക്കളുടെ ദീനുണ്ടായ പ്രേരണ കാര്യങ്ങളെല്ലാം പറഞ്ഞു. വാപ്പ അങ്ങനെ എന്നെ ജമാഅത്തിൽ യാത്രയാക്കി. നിങ്ങൾ എന്നെ കൂട്ടി ജമാഅത്തിൽ പുറപ്പെട്ടു. നിങ്ങൾ വലിയ തിരക്കുള്ള ആളായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഏതോ പുതിയ ജോലിനോ സമ്മേളനത്തിനൊക്കെ പോയി. ഞാൻ ആ ജമാഅത്ത് പൂർത്തിയാക്കി, പിന്നെ കോഴ്സ് പൂർത്തിയാക്കി. അതിനുശേഷം 4 മാസം പുറപ്പെട്ടു. ദീന്റെ വിഷമമായി ബന്ധുവായി. ഞാനിപ്പോ അമേരിക്കയിൽ വലിയൊരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യാണ്, ഭയങ്കര ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യാണ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു മദ്രസ നടത്തുന്നുണ്ട്, അതിന്റെ ഫുള്ള് ചെലവ് ഞാനാ ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു കുറച്ച് യതീമായ കുട്ടികളെ എടുത്ത് ഞാൻ വളർത്തുന്നുണ്ട്, അതിന്റെ ഫുള്ള് ചെലവ് ഞാനാ ചെയ്യുന്നത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഞാൻ പള്ളി വയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചാൽ അത് എവിടെയാണ്? ഇന്ന സ്ഥലത്താണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നോക്കുമായിരുന്നു ആ പള്ളി ആരതാന്ന്. കാരണം എന്റെ നാട്ടിൽ ആര് എവിടെ പള്ളി വെച്ചാൽ എന്റെ അടുത്ത മശൂറയ്ക്ക് വരും. അതിനെപ്പറ്റി എന്റെ അടുത്ത് ആരും വന്നിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിക്കാൻ, ഓ നീ മോനാത് വെക്കുന്നില്ലേ. പിന്നെ പറഞ്ഞു, ഞാൻ അവിടെ കുറച്ച് കുട്ടികളെ എടുത്ത് ഇങ്ങനെ എത്തിയ മക്കളെയൊക്കെ എടുത്ത് ചെലവ് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ അദ്ദേഹം പറഞ്ഞു, മോനെ നല്ല കാര്യങ്ങൾ എടുത്തു പറയുന്നത് അത്ര നല്ലതല്ല, ചെയ്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടി പറഞ്ഞു, ഹസ്രത്ത് ഞാൻ ഇതെല്ലാം പറയുന്നത് ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളായതുകൊണ്ടല്ല പറയുന്ന, ഇതെല്ലാം നിങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞു. ആർക്കുള്ളതാണ്? ഇതെല്ലാം ആർക്കുള്ളതാണ്? ഇതെല്ലാം നിങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞു. കാരണം എന്റെ കൈ പിടിച്ച് ആദ്യം കൊണ്ടുവന്ന് നിങ്ങളാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആ മോന്റെ കൈ പിടിച്ചിങ്ങനെ പൊക്കിട്ട് പറഞ്ഞു, മോനെ നീ ഇത് ആഖിറത്തിൽ അള്ളാഹിനടുത്ത് പറയുമെന്ന് ചോദിച്ചു. ആഖിറത്തിൽ, നാളെ ആഖിറത്തിൽ മഹ്ശറയിൽ അള്ളാഹ് ചോദിച്ചാൽ നീ പറയുമെന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി കൈ പൊക്കിട്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ആഖിറത്തിൽ ഇങ്ങനെ തന്നെ പറയും പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, വർഷങ്ങളായി ദീനപരിശ്രമം ചെയ്ത ആളാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു അത്. എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വരാൻ തുടങ്ങുന്നു. സഹോദരന്മാരെ, നമ്മൾ എന്തിനാ ഈ വീടുകളിൽ പോകുന്നത്? എന്തിനാ ആരെ കാണാൻ പോകുന്നത്? നമ്മളെ സമ്പാദ്യമാണ് ഈ മനുഷ്യൻ. ഉമ്മത്ത് സന്തോഷത്തോടെ ജീവിക്കുക. അവൻ മരിക്കുന്നവരെ ഓർക്കും. ഒരു കള്ളുകൂടിയനാണ്, ഒരു മോശക്കാരൻ, ദീനില്ലാത്ത. ഇനി നിസ്കാരം ഉള്ളവരെ നോക്കിക്കോളി. കുടുംബത്തെ ദീനൊന്നും ഇല്ല സഹോദരന്മാരെ. വീട്ടിന്റെ പേര് ദാറുസ്സലാം എന്നാണ്. അതിനകത്തൊരു സലാമത്തും ഇല്ല. വീട് വലിയ വീട്, വീടിന്റെ പേര് ദാറുസ്സലാം. അതിനകത്തെന്ത്? അകത്ത് ഒരു സലാമും ഇല്ല. അകത്താകെ ഹല്ലത്താണ്, ബഹളമാണ്, സമാധാനമില്ല. സഹോദരന്മാരെ, ആ വീടൊന്ന് ദാറുസ്സലാം ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പോക്ക്. നമുക്ക് തോന്നും അത് മറ്റാരെ വീടാണ്. നമ്മളെ വീടിന്റെ കാര്യം ഈ പറയുന്ന, നമ്മളെയൊക്കെ വീടിന്റെ കാര്യമാണ്. അവിടെ വീട്ടിലെ സമാധാന സന്തോഷം വേണം. എല്ലാ വീടുകളിലും പോകണം. തയ്യാറല്ലേ ഇൻഷാ അല്ലാഹ്? രണ്ടാമത്തെ കാര്യം, നമ്മളെ കുടുംബം. ദീന്റെ പരിശ്രമം. നമ്മൾ ആ രാജ്യത്ത് പോയി, ആ നാട്ടിൽ പോയി ദീന്റെ പരിശ്രമം, ഈ നാട്ടിൽ പോയി അവിടെ ജമാഅത്ത്, ഇവിടെ ജമാഅത്ത് വെച്ചു. ഒരു വലിയ ജമാഅത്തുണ്ട് നമുക്ക്. അത് ആരാന്നറിയാം? നമ്മളെ വീട്ടിലെ ജമാഅത്താണ്. നമ്മളെ ഉപ്പ, നമ്മളെ ഉമ്മുമ്മ, നമ്മളെ ഭാര്യ, മക്കള്. ഇത് വലിയ ജമാഅത്താണ്. എല്ലാ ജമാഅത്ത് വായിച്ചു ലോകത്തെ എല്ലാ മനുഷ്യൻ നരകത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താൻ നമ്മളെ വീട്ടിലൊരു ജമാഅത്തുണ്ട്. ആ ജമാഅത്തിന്റെ കാര്യം എന്തായി? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ കുടുംബത്തിന്റെ കാര്യമാണ്. ഉലമാക്കൾ പറയാറുണ്ട്, കുടുംബം നന്നായി തീരണമെങ്കിൽ നമ്മളെ സ്ത്രീകൾ നന്നായി തീരണം. ചില സ്ത്രീകൾ ഉലമാക്കൾ പറയാൻ അള്ളാഹുമായി അടുത്താൽ യാതൊരു പരിധിയില്ല. അവരടുക്കും അള്ളാഹുമായിട്ട്. അവരെ കൈ ആകാശത്തിൽ ഉയർന്നാൽ അള്ളാഹ് അവരെ സ്വീകരിക്കുക തന്നെ ചെയ്യും. അള്ളാഹുമായി വലിയ ബന്ധം ഉണ്ടാക്കും സ്ത്രീകൾ. അള്ളാഹ് ബലഹീനരായി സ്ഥിതിച്ചവരാണ്. അള്ളാഹ് പറയാം, സഹാബത്തായ സ്ത്രീകൾ അള്ളാഹുമായി വലിയ ബന്ധമുള്ളവരായിരുന്നു. ഹൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹ തങ്ങളുടെ അടുത്തേക്ക് ഒരു പരാതിയുമായി വന്നു. ഭർത്താവിന്റെ പരാതിയുമായി വന്നു.
ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖൗല ബിൻത് സാലമ വന്നു, തങ്ങളുടെ അടുത്ത് വന്നിട്ട് സംസാരം എന്തോ തിരുവരുക്കുന്നതായിട്ട് കേട്ടു. ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്നു, ഞാൻ പോലും കേട്ടില്ല. പക്ഷേ ആ സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ ഉടമസ്ഥനെ അല്ലാഹ് കേട്ടു. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഷരീഫ് ആയത്തിറക്കി. തങ്ങൾ അറിയിപ്പിച്ച, നബിയെ ആ പെണ്ണ് പറഞ്ഞത് ഞാൻ കേട്ടു നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു പരിശുദ്ധ ഖുർആൻ ആയത്തിറക്കിയുണ്ടായി. ഒരു സ്ത്രീയുടെ ശബ്ദം അല്ലാഹ് പറയാണ്, ഞാൻ കേട്ടു എന്ന് പറയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു സന്ദർഭത്തിൽ തങ്ങളുടെ ഇമാരത്തിന്റെ കാലഘട്ടത്തിൽ നടന്നിങ്ങനെ പോവാണ്. ഖൗല ബിൻത് സാലമ റളിയല്ലാഹു തആല തന്നെ അവർ നിന്ന് ഉമർ എന്ന് വിളിച്ചു. പെട്ടെന്ന് ഉമർ താഴെ ഇറങ്ങി. അവർ പറയുന്ന വ്യക്തം ശ്രദ്ധയോടെ കേട്ടു, വളരെ ഭംഗിയോടെ കേട്ടു. അപ്പൊ കൂട്ടത്തിനോട് ചോദിച്ചു, തങ്ങളെ ഇത് ഈ കിളവി ഏത് സ്ത്രീയാണ്? തങ്ങൾ ഈ കിളവിയെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ചാടി ഇറങ്ങിപ്പോയി, ആരാണ് ഇവര്? അപ്പൊ ഇത് ആരാന്നറിയാമോ? ഇത് ഖൗല ബിൻത് സാലമയാണ്. ഇവർ ഈ പെണ്ണിന്റെ ശബ്ദം, ഈ സ്ത്രീയുടെ ശബ്ദം അല്ലാഹ് കേട്ടു എന്ന് പറഞ്ഞ ശബ്ദമാണ്. പിന്നെ അല്ലാഹ് കേട്ടു എന്ന് പറഞ്ഞ ശബ്ദം, ആ ശബ്ദം കേട്ടാൽ ഈ ഉമർ എങ്ങനെ പിന്നെ ആ ശബ്ദത്തെ വിട്ടിട്ട് പോവും എന്ന് പറയുന്നത് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മുടെ സ്ത്രീകൾ നബി തങ്ങളുടെ ഭാര്യകൾ, ഒരു ഭാര്യയുടെ കല്യാണം അല്ലാഹ് അർശിൽ വെച്ച് നടത്തി കൊടുക്കുകയുണ്ടായി, ആകാശത്ത് വെച്ച് നടത്തി. നബി തങ്ങളുടെ ഭാര്യമാർ തങ്ങൾ പറഞ്ഞു, അല്ലാഹ് ഞാനോടൊന്ന് ആലോചിക്കട്ടെന്ന് പറഞ്ഞു. തങ്ങൾ കല്യാണം വിവാഹം നടത്തി. അപ്പൊ ആ സ്ത്രീ പറയാണ്, ഞാൻ എന്റെ അള്ളാഹുമായിട്ടൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് പറയാന്ന് പറഞ്ഞു. എന്താണ്? ഞാനും എന്റെ റബ്ബുമായിട്ടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളോട് അള്ളാഹുമായിട്ട് ആലോചിച്ചു, നമസ്കരിച്ചു. അല്ലാഹ് നബി തങ്ങൾക്ക് അറിയിപ്പിക്കുകയുണ്ടായി, തങ്ങളുടെ കല്യാണം ആകാശത്തിൽ നടന്നു എന്ന് പറഞ്ഞു. ആരാ വലി നിക്കാഹ് നടത്തി? ആരാണ്? അല്ലാഹ് നിക്കാഹ് നടത്തി കൊടുത്തു. നബി തങ്ങളുടെ ഭാര്യമാരിൽ ആ സ്ത്രീ ദൈനപരതാൻ തോന്നുന്നു മരിക്കുന്നവരെ പറയുമായിരുന്നു, ഞാൻ ആരാന്നറിയാവോ? നിങ്ങളുടെ എല്ലാ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക പദവി നൽകി. എന്താണ്? എന്റെ നബി തങ്ങളുടെ എല്ലാ ഭാര്യമാരുടെ കല്യാണം ഭൂമിയിലാണ് നടന്നത്, എന്റെ നിക്കാഹ് ആകാശത്തിലാണ് നടന്നത്, എന്റെ നിക്കാഹ് നടത്തിയ അല്ലാഹുവാണെന്ന് പറയുമായിരുന്നു. അതെ, ഈ ഗുണങ്ങളെല്ലാം നമ്മുടെ ഭാര്യമാർക്കും ഉണ്ട്. പക്ഷെ നമ്മളെ ഭാര്യമാരിൽ ഈ ഗുണങ്ങൾ പുറത്തേക്ക് വരണം എന്ന് എന്ത് ചെയ്യണം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരിൽ നല്ല ഗുണങ്ങൾ ഉണ്ടായിത്തീർന്നാൽ ഉണ്ടാകുന്ന വഴി എന്താണ്? നമ്മൾ അവരോട് നല്ല പെരുമാറുന്നു. നമ്മളെ സ്ത്രീകൾക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടായിത്തീർന്നാൽ നമ്മളെ മക്കൾ നല്ലവരായിത്തീരും. നമ്മളെ ഭാര്യമാർ ചീത്തയായി പോയി കഴിഞ്ഞാൽ മക്കൾ ചീത്തയായിത്തീരും. ഒരു മനുഷ്യൻ ഭയങ്കര ബയാൻ ചെയ്യുന്നു, പ്രസംഗിക്കുകയാണ്. അപ്പൊ ബയാനെല്ലാം കഴിഞ്ഞപ്പോ ഒരാൾ വന്ന് അതിന്റെ ഉമ്മാടുത്ത് പറഞ്ഞു, എന്തായാലും നിങ്ങളെ മോൻ ഭയങ്കര മാഷാ അല്ലാഹ് വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണെന്നൊക്കെ പറയണ്ടായി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ പെണ്ണ് ഇവരെങ്ങനെ ഇങ്ങനെ ആയെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഞാൻ അവന് ഒന്നുമില്ലാതെ അവന് പാല് കൊടുത്തിട്ടില്ല എന്ന് പറയണ്ട. ഉമ്മ പറയാണ്, ഒന്നുമില്ലാതെ പാല് കൊടുത്തിട്ടില്ല എന്ന് പറയും. ഉമ്മയുടെ സൂക്ഷ്മതയാണ്. മക്കളെ ദീനിയായ രീതി വളർത്തുകയാണ് മക്കളെ. അപ്പൊ ഉമ്മ ശരിയായി കഴിഞ്ഞാൽ മക്കൾ ശരിയായിത്തീരും. അവിടെ ഉമ്മ നന്നായിട്ടുള്ള വഴി എന്താണ്? ഉമ്മ ചീത്തയായി പോയി കഴിഞ്ഞാൽ മക്കൾ ചീത്തയായിത്തീരും. ബസ്സിൽ യാത്ര ചെയ്യാണ്, കണ്ടക്ടർ ചോദിക്കുന്നു ഉമ്മ അടുത്ത്, ഈ കുട്ടിക്ക് ടിക്കറ്റ് എടുക്കണം, എത്ര വയസ്സായി? 7 വയസ്സുള്ള മോനാണ്. അതെന്താ പറയും? 4.5 വയസ്സായിട്ടുള്ളൂ. 4.5 വയസ്സായാലും എന്താ കാര്യം? മക്കളിങ്ങനെ നോക്കുക, മോൻ നോക്കി. ഉസ്താദ് പറഞ്ഞ് കളവ് പറയാൻ പാടില്ല. അത് ഉമ്മ ആണെങ്കിൽ ഇപ്പൊ കള്ളം പറഞ്ഞിരിക്കുന്ന. അപ്പൊ മക്കൾ എന്ത് പഠിക്കും? അത്യാവശ്യ സന്ദർഭത്തിലെല്ലാം കള്ളം പറയാം. ആരാ പഠിപ്പിച്ച? ഉമ്മ പഠിപ്പിച്ചു കൊടുക്കാണ്. ഒരാൾ വന്ന് ചോദിച്ചു, ഉസ്താദിന്റെ അടുത്ത് ചോദിച്ചു, ഉസ്താദെ എന്റെ മോന്റെ പേര് ഹുസൈനും 2 മക്കൾ എനിക്കുണ്ട്, അവരങ്ങനെ തന്നെ എനിക്ക് വളർത്തണം, ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പൊ ഉസ്താദ് ഒന്നും ചെയ്യാനില്ല, നീ അലിയെ പോലെയും നിന്റെ ഭാര്യ ഫാത്തിമയെ പോലെ അങ്ങ് ജീവിച്ചാ മതി, നിങ്ങളെ കൂടെ വളർന്നെന്തായിത്തീരും? നിന്റെ മോൻ ഹസൻ ഹുസൈനെ പോലെ ആയിത്തീരും. പക്ഷെ നമ്മളെ നമ്രൂദും നമ്മളെ ബീവി അബൂജഹലിന്റെ ഭാര്യയെ പോലാണ്. പിന്നെ നമ്മളെ മക്കൾ അങ്ങനെ ആയിത്തീരും. അതുകൊണ്ട് നമ്മളെ ഭാര്യമാർ നന്നായിട്ടുള്ള വഴി എന്താണ്? ഒരുമാക്ക് പറയുന്നത് 3 കാര്യങ്ങൾ ചെയ്യും. വീട്ടിൽ ദീനുണ്ടായിത്തീരാൻ 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ വീടുകളിൽ ഫളായിലെ അമാലെ കിതാബ് കിട്ടും, ഖുർആൻ ഹദീസ് ഉള്ള കിതാബ്. ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന് 150-200 രൂപ കൊടുത്ത് നമ്മൾ എത്ര രൂപ ചെലവാക്കി കളയുന്നു? ഒരു അസുഖം വന്നാൽ 200 രൂപ. ഒരു OP ടിക്കറ്റ്, ബസ് ആശുപത്രിയിൽ OP ടിക്കറ്റ് എടുക്കാൻ 100 രൂപ വേണം. ഒരു 150-200 രൂപ കൊടുത്താൽ ഒരു കിതാബ് കിട്ടും. വാങ്ങിച്ചുകൊണ്ട് വീടിൽ മുടങ്ങാതെ നമ്മള് ഉമ്മായി മക്കളും ഭാര്യയൊക്കെ ഇരുന്നുകൊണ്ട് മാറി വായിക്കും. കാണാൻ അനുവദനീയമായ സ്ത്രീകളെ ഇരുത്തിക്കൊണ്ട് വായിക്കണം. ചേട്ടന്റെ ഭാര്യയെ നമുക്ക് കാണാൻ അനുവാദമില്ല, മാമാടെ മോളെ കാണാൻ അനുവാദമില്ല, കൊച്ചാപ്പയുടെ മോളെ കാണാൻ അനുവാദമില്ല. അതേപോലെ തിരിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരെയും ഇവരെ കണ്ടുകൊണ്ട് വായിക്കാൻ പാടില്ല. ആ പത്യം നോക്കിക്കൊണ്ട്
വായിച്ചാൽ നമ്മുടെ വീടുകളിൽ റഹ്മത്തിന് മലകൾ ഇറങ്ങും. നമ്മളെ സ്ത്രീകൾ മാറ്റം ഉണ്ടായിത്തീരും. രണ്ടാമത്തെ കാര്യം, നമ്മളെ സ്ത്രീകളെ കൂട്ടിക്കൊണ്ട് ഒരു 3 ദിവസം അള്ളാഹിന്റെ മാർഗത്തിൽ പുറപ്പെടണം. നമ്മളെ ഭാര്യമാരെ കൂട്ടിക്കൊണ്ട് എന്താ വെച്ചാൽ എല്ലാം നീയത്ത് വെച്ചോളൂ ഇൻഷാ അല്ലാഹ്. ഇതെല്ലാം നടപ്പിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറണം, സ്നേഹത്തോടെ പെരുമാറണം. ഒരിക്കലും ഭാര്യമാരെ കുറ്റം പറയും. ഭാര്യമാർ നമ്മൾ വിചാരിക്കുക അവർ കുറ്റം പറഞ്ഞാൽ നന്നാക്കിയേക്കാണ്. ഒരിക്കലും ഭാര്യമാർ നന്നാവില്ല. ആര് കുറ്റം പറയരുത്. വീട്ടിൽ ഭർത്താവ് ഭാര്യയുടെ ഉപ്പ വന്നു, ഇവളെ എങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, കുളിക്കത്തുമില്ല, നനയ്ക്കത്തുമില്ല, കഴിക്കത്തുമില്ല. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. ഭാര്യയുടെ കുടുംബക്കാരെ മുമ്പിൽ വെച്ച് അവർ ആക്ഷേപിക്കരുത്, കുറ്റം പറയരുത്. കുടുംബമൊക്കെ പറയാറുണ്ട്, നിന്റെ 104 മാസത്തിനെക്കാളും ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഒരു പെണ്ണ് നിന്റെ ഭാര്യയായി വന്നിരിക്കുന്ന. അവൾ നിന്റെ ഭാര്യയായി തീരാൻ വേണ്ടി അവളെ കളിസ്ഥലം അവൾ വിട്ടിട്ടാ വന്നിരിക്കുന്ന. 16-17 വയസ്സ് വരെ വളർത്തിയ അവളെ ഉമ്മയും വാപ്പയും വിട്ടിട്ടാണ് അവൾ വന്നിരിക്കുന്ന. അവളെ സഹോദരന്മാരെ എല്ലാം വിട്ടിട്ടാ വന്നിരിക്കുന്ന. അവളെ കുടുംബം ഗോത്രം, അവളെ കളിസ്ഥലങ്ങൾ, അവളെ കളി കൂട്ടുകാരികൾ, ഇതിനെല്ലാം വിട്ടിട്ട് ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ്. നിന്റെ ഭാര്യയായി തീരാൻ വേണ്ടി മാത്രം ആ ഒരു കാര്യത്തിന് വേണ്ടി ഇത്ര ത്യാഗം സഹിച്ചാണ് അവൾ വന്നിരിക്കുന്ന. എവിടത്തേക്ക് വന്നിരിക്കുന്ന? പരിചയമില്ലാത്ത പോലെ പെണ്ണുങ്ങളും ജീവിതത്തിൽ കണ്ടിട്ടില്ല, ആ വീട് കണ്ടിട്ടില്ല, ആദ്യമായി കാണുന്ന ഒരു ചെറുപ്പക്കാരൻ ആ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ അവളോട് മോശമായി പെരുമാറിയാൽ എത്ര വലിയ കഷ്ടമാണ്. നമ്മൾ മലനെ പറയും, നിന്റെ ഭാര്യ ആരാന്നറിയാവോ? നിന്റെ ഭാര്യയുടെ തലേണ നിന്റെ തലേണ എടുത്താണ്. അവിടെ സ്നേഹത്തോടെ പെരുമാറി, കരുണയോടെ പെരുമാറി. കുറ്റം പറയല്ലേ? തീർച്ചയായിട്ടും കുറ്റം പറയണം, കുറവുകളെല്ലാം പറയണം. ആരോട് പറയണം? അള്ളാഹിനോട് പറയണം. ഒരുപാട് പറയാറുണ്ട്, നമ്മളെ ഭാര്യയുടെ കുറ്റം മറ്റുള്ളവരോട് പറയുന്നത് അത് ഗീബത്താണ്. ഗീബത്ത് പറഞ്ഞാൽ ഹൃദയങ്ങൾ അകന്നു പോകും. നമ്മളെ ഭാര്യയുടെ കുറ്റം അള്ളാഹിനോട് പറയുന്നത് അതിന്റെ പേര് ദുആ എന്നാണ്. ദുആ ചെയ്താൽ ഹൃദയങ്ങൾ അടുക്കാൻ കാരണമായി തീരും. ഭാര്യയും ഭർത്താവും പിണങ്ങി ജീവിച്ചാൽ മക്കൾ മുനാഫിക്കങ്ങളായി തീരും, പോകും. അതുകൊണ്ട് ഭാര്യയുടെ കട്ടിൽ അവിടെ, ഭർത്താവിന്റെ കട്ടിൽ ഇവിടെ, പിണങ്ങി രണ്ടുപേരും വഴക്കൂടി, നടുക്ക് മക്കള്, ഉമ്മ ഇങ്ങനെ നോക്കും, അപ്പ ഇങ്ങനെ നോക്കും, മക്കളിങ്ങനെ നോക്കും. പാവം എന്താണ് പിണങ്ങി ജീവിക്കാണ്. മൈമൂന റളിയല്ലാഹു അൻഹ അടിമ സ്ത്രീ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വീട്ടാണെന്ന് ഒരു ദിവസം പോയി ചെന്നപ്പം രണ്ടുപേരുടെ വിരിപ്പ് മാറിക്കിടക്കുന്നു. തിരിച്ചു വന്നു മൈമൂന റളിയല്ലാഹു അൻഹ പറഞ്ഞു, യജമാനെ ഇബ്നു അബ്ബാസും ഭാര്യയും പിണക്കത്തിലാണെന്ന് തോന്നുന്നു പറഞ്ഞു. മൈമൂന റളിയല്ലാഹു അൻഹ ഉടനെ പിടിപ്പിച്ച അബ്ബാസ് റളിയല്ലാഹു അൻഹ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിനക്ക് നബി തങ്ങളുടെ സുന്നത്ത് പ്രിയമല്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ എന്റെ അടുത്ത് കിടന്നുറങ്ങുമായിരുന്നു എന്റെ അശുദ്ധിയുടെ കാലഘട്ടത്തിൽ. അന്ന് ഈ മൈമൂനയുടെ കാലിൽ മുട്ടിന് താഴെ അവർത്ത് വെളിയുമാവുമായിരുന്നു. അങ്ങനെ എന്നെ ചേർന്ന് നടക്കുമായിരുന്നു എന്റെ ഭർത്താവ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്ന് മൈമൂന തന്നെ അഭിനവസൻ പറയുകയുണ്ടായി. ഈ സുന്നത്ത് നിനക്ക് വേണ്ടേ എന്ന് ചോദിക്കുകയുണ്ടായി. ആയിഷ തന്നെ പറയാണ്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളോട് ഒരു മാന്യനായ മുസ്ലിമിനെ പോലെ പെരുമാറുമായിരുന്നു. ആരാണ്? അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ മദീനയുടെ വെളിയിൽ ഒരു കളി സംഘം വന്നു. ഒരു പ്രാവശ്യം ആയിഷ റളിയല്ലാഹു അൻഹ ആഗ്രഹം വന്ന കളിയൊന്ന് കാണണമെന്ന്. റസൂലുള്ളാഹി തങ്ങൾ വീടിന്റെ മോളിൽ കൂടെ നോക്കണം, മോളിൽ കൂടെ നോക്കണം, കാണാൻ പറ്റൂല. റസൂലുള്ളാഹി തങ്ങളെ മുബാറക്കായ കൈ കയറ്റിക്കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ ചവിട്ടി, ആയിഷ തന്നെ പൊക്കി. ആയിഷ കണ്ടോണ്ടിരിക്കാണ്, കണ്ടെല്ലാം മതിയായി. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ചെറിയൊരു കുറുമ്പ് വന്നു. നബി തങ്ങൾക്ക് എന്നോട് എത്ര സ്നേഹമുണ്ടെന്ന് നോക്കട്ടെ എന്ന് നബി തങ്ങൾ അനങ്ങാതെ നിന്നു. ആയിഷ കണ്ടു മതിയായോ? ഇല്ലാന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, തങ്ങളെ കൈ വിറയ്ക്കുകയാണ്, ആയിഷയെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടോണ്ട് നിന്ന് ആയിഷ നോക്കിക്കൊണ്ടിരുന്നു. എത്ര പിടിക്കും? തങ്ങളെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തങ്ങൾ അത്രയും നേരം ആയിഷയെ പിടിച്ചുകൊണ്ടേയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിൽ ഓട്ടപ്പന്തയം നടത്തുമായിരുന്നു, അല്ലെങ്കിൽ കുതിര ഓടിക്കുമായിരുന്നു. ആദ്യം റസൂലുള്ളാഹി തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ തോറ്റു കൊടുക്കുകയുണ്ടായി. എന്നിട്ട് സന്തോഷിപ്പിച്ചു. ആയിഷ നീ ജയിച്ചു എന്ന് പറഞ്ഞു, സന്തോഷിപ്പിച്ചു. കുറെ കാലം കഴിഞ്ഞ് ആയിഷ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് ഓടണ്ടേ, മത്സരിക്കണ്ടേ? കുടുംബജീവിതം. ഇത് നമ്മളെ ഹബീബിന്റെ കുടുംബജീവിതമാണ്. ഇത് ആർക്കുള്ളതാ? നമുക്ക് വേണ്ടി തന്നതാണ്. പിന്നൊരു ദിവസം വീണ്ടും ഓടി. അപ്പൊ എന്തേത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയെ തോൽപ്പിച്ചു.
എന്നിട്ട് തോറ്റuடനെ ആയിഷയുടെ മുഖം ഒന്ന് വിഷമ ഒന്ന് കറുത്തു. അവർ ആയിഷ, അന്ന് നിനക്ക് തടി കുറവായിരുന്നു, ഇപ്പൊ തടി കൂടിച്ച് ഗ്ലാമറൊക്കെ വെച്ചുപോയി, അതാ തോറ്റുപോയി എന്ന് പറയണ്ടായിരുന്നു. ആയിഷ അല്ലാത്ത സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ കുടുംബജീവിതമാണ് നമുക്ക് കുടുംബജീവിതം. ഒരു മനുഷ്യൻ ഉമർ അള്ളാന്റെ വീട്ടിലേക്ക് വന്നു, കതവിന് തട്ടി, ഒരു പരാതി പറയാൻ വേണ്ടി ഉമർ അള്ളാന്റെ അമീർ വിളിച്ചു. അപ്പൊ ഉമർ അള്ളാന്റെ ഭാര്യ ഭയങ്കര ഫയർ ചെയ്യുന്നു, ഉമർ അള്ളാന്റെ ഫയർ ചെയ്യുന്നു. ഉടനെ ആൾ തിരിച്ചങ്ങ് പോയി. ഉമറിനെ കഥ പറഞ്ഞപ്പോ ആളങ്ങ് എത്തി. അപ്പൊ സാഹിബ് എവിടെ പോകുന്നു, എന്താ കാര്യം? അല്ല എല്ലാം മനസ്സിലായി, ഇനിയിപ്പോ ഒന്നും പറയാനില്ല, എല്ലാം മനസ്സിലായി, ഇതൊന്നും പറയാൻ അല്ല, ഇവിടെ വരാൻ പറഞ്ഞു. ഉമർ തന്നെ ഓടി പിടിച്ചോണ്ട് വന്നു. നീ എന്താ വന്ന? അല്ല അമീർ എല്ലാം മനസ്സിലായി, ഇനിയിപ്പോ ഒന്നും ചോദിക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അല്ല എന്താ നിനക്ക് മനസ്സിലായത്? അല്ല ഞാന് ഒരു പരാതി പറയാൻ വേണ്ടി വന്ന, എന്റെ ഭാര്യ എന്റെ അടുത്ത് വല്ലാതെ എപ്പോഴും ചൂടാവുന്നുണ്ട്. അവൾ എന്റെ അടുത്ത് ഇതൊന്നും പരാതി പറയാതെ വന്നത്, ഇവിടെ വന്നപ്പോ മനസ്സിലായി എങ്ങനെയാ പെരുമാറുന്നത്, അതുകൊണ്ട് അങ്ങ് പോയെന്ന് പറയണ്ട. സാറേ നമ്മളെങ്ങനെയാണ്, നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യാം, ഒരാളോട് ചായ കൊണ്ടുവന്നു, നമ്മളെ നേരത്തെ തട്ടി വീടും, നമ്മൾ സോറി അപ്പൊ നമ്മൾ ഭയങ്കരമായ മാന്യനാണ്. വീട്ടിലാണെങ്കിൽ പാവം ബീവി ജുമാ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ഉടുപ്പ് കഴുകി, ആര് കഴുകി? നമ്മളെ ബീവി കഴുകി, അത് തേച്ചു. ആരാ തേച്ചത്? നമ്മളെ ബീവി തേച്ചു. വെള്ളം കോരി വെച്ചു, അല്ലെങ്കിൽ വെള്ളം ശരിയാക്കി ചൂടാക്കി വെച്ചു, ആര് ചൂടാക്കി? നമ്മളെ ബീവി ചൂടാക്കി. നമ്മളെ ബീവി ചൂടാക്കിയ വെള്ളത്തിൽ നമ്മൾ കുളിച്ചു. നമ്മളെ ബീവി കഴുകിയ വസ്ത്രം, അവള് തേച്ച വസ്ത്രം, അതിൽ നമ്മൾ എടുത്തിട്ടു. പാവം എല്ലാം എടുത്തിട്ട് ഇറങ്ങി പുതിയാപ്പിള ഇറങ്ങിയപ്പോ ബീവി വിചാരിച്ച് പാവം ജുമാക്ക് പോയെന്നോ ഉറങ്ങണ്ട, ഒരു ചായ കൊടുത്ത് വിട്ടേക്കാന്ന് വിചാരിച്ച് പാവ ചായ ഇട്ടുകൊണ്ട് വന്നപ്പോ കയ്യൊന്ന് തട്ടി, ഉടുപ്പിലൊന്ന് വീണ് പോയി. പിന്നെ ഡിക്ഷണറിയിൽ ഒരു വാക്ക് കാണത്തില്ല എങ്ങോട്ട് പറയാനായിട്ട്. എന്താണ് ഡിക്ഷണറിയിൽ ഒന്നും കാണത്തില്ല, ബാക്കി ഒന്നും കാണത്തില്ല. സാറന്മാരെ, നമ്മളെ ബീവിമാരോട് നല്ല രീതിയിൽ പെരുമാറാൻ നന്നായിട്ട് ഒരുമൊക്കെ പറയാനുണ്ട്. ഒരു തോരനുണ്ടാക്കി വെച്ചു ബീവി, പറയണം, ഒരു തോരനുണ്ടാക്കി വെച്ചു. നമ്മൾ കൃഷിപ്പാടത്ത് പോയപ്പോ, നമ്മളെ കടയിൽ പോയപ്പോ, നമ്മൾ ഉദ്യോഗത്തിന് പോയപ്പോ തുടങ്ങിയതാ പാവം. ഉച്ചയ്ക്ക് വരും ഭർത്താവ്, ഒരു കഷ്ടപ്പെട്ട് പാവം ഉണ്ടാക്കി. ബലഹീനയാണ്, ചിലപ്പോ ഉപ്പിടാൻ പറഞ്ഞിട്ടുണ്ടാവും. ഉപ്പില്ല, കഴിക്കാതിരുന്നപ്പോ ഒറ്റ തട്ട്, അവരാ മനസ്സാകോടി കൊള്ളാം. ഒരു മക പറയാണ്ട് പറഞ്ഞോളി, കുഴപ്പം ഇങ്ങനെ പറഞ്ഞോളാ, മാഷാ അല്ലാ നല്ല തോരൻ, നല്ല കറി, ഇച്ചിരി ഉപ്പും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ. നാളെ അതിനകത്ത് ഉപ്പേ കാണത്തോളൂ, എന്താണ് 2 പ്രാവശ്യം ഉപ്പിട്ടായി, അത്ര സൂക്ഷിച്ചിടും ഇതിനകത്ത്. ഇത്രയും തുണി തല മറച്ചിരിക്കുക. പറഞ്ഞു, നിന്നെ പറ്റി ഇപ്പൊ എന്റെ ഉമ്മായി പെങ്ങളൊക്കെ പറയുന്നത് എന്താണെന്നറിയാം, നീ ഭയങ്കര ദീനിയായ സ്ത്രീയാണെന്നാണ്. എന്തായാലും നീ ഇപ്പൊ ദീനക്കിച്ച് കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോടെ. അപ്പൊ ഞാൻ സാധനം എടുത്ത നേരിടേ ഇങ്ങനെ ഇരിക്കുകയാണ്. മനുഷ്യനെ ഇവിടെ ചൂടെടുക്കുന്ന പറയും, ഉള്ളതും കൂടെ എടുത്തേക്ക് കളയും. എന്താണ് സാധനന്മാരെ വീട്ടിൽ ഭാര്യമാരോട് പോലീസുകാരെ പോലെ പെരുമാറരുത്. അവര് SI ആവും, നമ്മൾ പോലീസുകാരെ അവര് സർക്കിൾ ഇൻസ്പെക്ടർ ആവും. മയമായ പെരുമാറ്റം, സ്നേഹത്തോടെ പെരുമാറ്റം. ഉമ്മാക്ക് പറയാം, വീട്ടിൽ വരുമ്പം ഒരു ചോക്ലേറ്റ് ബീവിക്ക്, എന്താണ് മുറിക്കകത്ത് കയറുമ്പോ എല്ലാം കൂടെ ഇത് നിനക്ക് മാത്രം. നമ്മളൊരു കൂട്ടുകാരൊരു ഒരു ഉദാഹരണം പറയും. ബീവിക്ക് ഒരു പർദ്ദ വാങ്ങിച്ചോണ്ട് വന്ന് ബീവി എടുത്ത് പറയണം, 300 രൂപയുടെ പർദ്ദയാ. ബീവി ഇതെന്താ സാധനം എന്നറിയാവോ? ഇത് ഈ കമ്പനി ആകെ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരെണ്ണം ബീഗൽ ഖാലിദ, ബംഗ്ലാദേശിലെ പ്രസിഡന്റിനെ കൊണ്ടുപോയി, രണ്ടാമത്തെ നിനക്കാണെന്ന് പറയാം. അത്രയും പുകഴ്ത്തി പറയാം. ഭയങ്കര പൊക്കത്തിന്. നിന്റെ പെരുന്നാളുണ്ടാക്കുന്ന പായസം ഉണ്ടല്ലോ, കഴിക്കുന്ന കാര്യം നമുക്കറിയാം, പാലോട്ട കഴിക്കുന്ന. എന്നാ നിന്റെ ആ പെരുന്നാളിന്റെ പായസം ഉണ്ടല്ലോ, എന്ത് റാഹത്തെന്നറിയാം. നീ ആ പച്ച ചുരിദാറിട്ടുണ്ട് വരുമ്പോ എന്തോ നിന്നെ കാണാന്നറിയാമോ? സ്വരം വരെ ബീവി നമ്മുടെ കൂട്ടത്തിലായി. ഉലമാക്കൾ പറയാറുണ്ട്, ഭാര്യ കൂടെ ഇല്ലാത്ത മനുഷ്യന്റെ ദീന്റെ പരിശ്രമം അവൻ വെള്ളത്തിലെ വൃക്ഷം പോലെയാണ്. അവൻ ഒരിക്കലും പരിശ്രമത്തിൽ ഉറയ്ക്കാൻ പറ്റൂല. വെള്ളം അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോകും, വെള്ളം ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോകും. ഭയങ്കര ഇവിടുത്തെ ഉസ്താദൊക്കെ ഭയാച്ച പോലെ ഈമാനൊക്കെ ഇങ്ങനെ ചെല്ലും. വീട് പറഞ്ഞ്
നല്ല ഭയങ്കര ഭയങ്കര ഇങ്ങനെ കാറ്റ് വരുമെന്ന് പോലെ ഈമാൻ അങ്ങോട്ട് വരും. വീട്ടിൽ ചെല്ലുമ്പോ ഉസ്താദ് പറഞ്ഞു വീട്ടിൽ ചെന്നോണ്ട് സലാം പറയണം എന്നാ പറഞ്ഞു. വീട്ടിൽ ചെന്ന് അങ്ങനെ ചെന്ന് അസ്സലാമു അലൈക്കും സൈനവ. എപ്പ തുടങ്ങി ഈ പരിപാടി? എന്താ ഇത്? എപ്പ തുടങ്ങി ബീവി? എന്താണ് സാരമാല ബീവിമാർ നമ്മളെ കൂട്ടത്തില്ലായിരുന്നു. ബലൂപോലെ വരിക്കും ഈമാൻ. പള്ളിയിൽ കുത്തുബ ജുമാടെ കുത്തുബ കേട്ടു, ഭയെല്ലാം കേട്ടു. ഒരു വീട്ടിൽ സൂചി കുത്തുന്ന ഒരൊറ്റ കുത്ത് ഷൂന്നങ്ങ് പോകും. ബാഗ് എടുക്കാൻ പോയാൽ ജമാത്തിപ്പ വീട്ടിൽ ഭയെല്ലാം കേട്ടിട്ട് വീട്ടിൽ ഉടനെ തിരിച്ചു പോണ്. അല്ല ഉസ്താദ് അതിപ്പോഴേ ഉടനെ പറ്റത്തില്ല, ഏപ്രിലിൽ പോയി കിടക്കാം. എന്താണ് ബീവി ഒറ്റ കുത്ത് ഈമാൻ ഷൂന്നങ്ങ് പോകും. സഹാബാക്കളെ സ്ത്രീകള് സഹാബാക്കളെ പറയാണ് ഞങ്ങൾ സഹാബാക്കളായത് ഞങ്ങളുടെ ഭാര്യമാരെ കൊണ്ടാണ് സഹാബാക്കൾ പറയുന്നത്. ഞങ്ങൾ സഹാബാക്കളായ എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങളുടെ ഭാര്യമാരാണ് ഞങ്ങളെ സഹാബാക്കളാക്കി മാറ്റിയത്. തങ്ങൾ യാത്രയാക്കും. സഹാബാക്കളെ വീടുകളിൽ ചെന്നിട്ട് സഹാബാക്കളെ ഭാര്യമാരെന്ന് പറയും, ബീവി അള്ളാന്റെ ഹബീബ് എന്നെ ഇന്ന രാജ്യത്തേക്ക് യാത്രയാക്കിയിരിക്കാൻ. ബീവി പറയും പോകുന്നതെല്ലാം കൊള്ളാം, അള്ളാന്റെ ഹബീബ റസൂലോ തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർത്തിയാക്കാതെ ഇങ്ങോട്ട് വന്നേക്കരുത്. ഇൻഷാ അള്ളാഹ് ആഖിറത്തിൽ കാണാം നമുക്ക് എന്ന് പറയുമായിരുന്നു സഹാബാക്കളെ. എന്താ ഇൻഷാ അള്ളാഹ്? അല്ല സ്നേഹത്തോടെ പെരുമാറത്തില്ല വീട്ടില്, സ്നേഹത്തോടെ ലാളനയോടെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ബീവിമാർ നമ്മുടെ ഭാര്യമാരാണ്. നമ്മളവരെ കതിർ ചെയ്യണം, വില മതിക്കണം. ബീവിമാർ പിണങ്ങുന്നത് അവരുടെ സൗന്ദര്യത്തിന്റെ ഭാഗമാണ്. ബീവി പിണങ്ങുന്നത് എന്താണ്? സ്ത്രീ സൗന്ദര്യത്തിന്റെ ഭാഗമാണ് പെണ്ണ് പിണങ്ങാന്നുള്ളത്. ആളുകൾ പിണങ്ങും ഇങ്ങനെ ഇല്ല. ഇത് ആ പെണ്ണിന് തള്ള കൊടുക്കുന്ന സൗന്ദര്യമാണ്. അത് ആസ്വദിക്കാനുള്ള മനസ്സ് വേണം പുരുഷന്മാർക്ക്. പെണ്ണിനെ ആസ്വദിക്കാനുള്ള പുരുഷന്മാർക്ക് ആ പിണക്കമൊന്ന് ആസ്വദിക്കാനുള്ള മനസ്സ് വേണം. ഇപ്പോഴാ കുടുംബജീവിതം നന്നായിത്തീരുന്നത്. നീ എന്തുവാ അത് ആസ്വദിക്കാനുള്ള മനസ്സ്, സ്നേഹം, ലാളന. ഈ ഉമ്മായ മാപ്പാടെ കൂട്ടത്തിൽ വളരുന്ന മോൻ അള്ളാന്റെ ഒലിയായി മാറും. എന്നാ ഇൻഷാ അല്ലാഹ് ഇതിനു വേണ്ടി അള്ളാന്റെ മാർഗ്ഗത്തിൽ പുറപ്പെടണം. അതുകൊണ്ട് നമ്മളെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മളെ മക്കളാണ്. രണ്ടാമത്തെ കാര്യം നമ്മളെ മക്കളാണ്. നമ്മളെ മക്കൾ പാഴായി പോയാൽ ഈ പുനലൂരിൽ 10 വർഷം കഴിഞ്ഞാൽ പുനലൂർ എങ്ങനെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ മക്കളാണ്. ഇവര് നന്നായാൽ പുനലൂര് നന്നായി 10 വർഷം കഴിയുമ്പോൾ നമ്മളെല്ലാം കബറിൽ പോവും. എല്ലാം നോളിയിരിക്കുന്ന അള്ളാഹ് തീരുമാനം ആയുസ് പോകും. എന്നാലും പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്നവരെല്ലാം പോവും. നമ്മൾ വളർന്നു വരുന്ന യുവതലമുറ നമ്മളെ കരളിന്റെ കഷ്ണമാണ്. അവർ അള്ളാഹിനെ അടുത്ത് ജീവിച്ചാൽ ഈ പുനലൂർ അള്ളാഹിനനുസരിച്ച് ജീവിക്കും. അവർ ചീത്തയായി പോയി കഴിഞ്ഞാൽ ഈ പുനലൂർ പോയി. ഉലമാക്ക് പറയാറുണ്ട്. അതുകൊണ്ട് നമ്മളെ മക്കൾ യൂത്ത് വിങ് കേട്ടിട്ടില്ലേ? വിങ്ങെന്ന് പറഞ്ഞാൽ ചിറകുന്നാണ്. ഈ 2 ചിറക് മുറിച്ചങ്ങ് മാറ്റി ഒരു പക്ഷിയുടെ പറക്കോ ഇല്ല. 2 ശക്തമായ ചിറകുള്ള പക്ഷിയാണെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യരാണെങ്കിൽ എന്തായാലും ആ 2 ചിറക് ആ വലിയൊരു ഭാരമുള്ള ശരീരത്തിനെ പൊക്കിക്കൊണ്ട് പറക്കും. നമ്മളെ പൊക്കിക്കൊണ്ട് പറക്കും സഹോദരന്മാരെ. നമ്മളെ മക്കൾ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ വലുതായി കഴിഞ്ഞാൽ. അതുകൊണ്ട് മക്കൾ വലുതാണ് 15 വയസ്സാകുമ്പോഴല്ല ശ്രദ്ധിക്കണ്ട. എങ്ങനെയെങ്കിലും കുഞ്ഞല്ലേ എന്ന് പറയാം നമ്മള്. ഇല്ല സഹോദരന്മാരെ, 15 വയസ്സായി കഴിഞ്ഞാൽ മക്കളെ കിട്ടൂല. നമ്മൾ 15 വയസ്സാകുമ്പോഴാണ് മക്കൾ തർബീയത്ത് കൊടുക്കുന്ന. പിന്നെ ഇനി വേണമെന്ന് പറഞ്ഞോ, നീ പോടാന്ന് പറഞ്ഞു അപ്പാട്. അപ്പോഴാ ഉസ്താദെ ഒന്ന് എങ്ങനെയെങ്കിലും 40 ദിവസം കൊണ്ടുപോകണം. എപ്പോഴാ? 40 വയസ്സായി 15 വയസ്സായപ്പോ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ അപ്പൊ ഇനിയിപ്പോ വിട്ടാൽ ശരിയാവത്തില്ല ഉസ്താദെ, ഒരു 40 ദിവസം എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. സ്ഥലം വരെ ഒരു മരം തൈ വെച്ചു. ആ തൈ അപ്പം വളഞ്ഞിരുന്നു. അതിനെ നേരെയാക്കണം അന്നേരം നേരെയാക്കിയില്ല എങ്കിൽ അത് വളഞ്ഞ് വലുതാവും. വളഞ്ഞൊരു തെങ്ങായി മാറും. പിന്നെ വളവിട്ട് വലിച്ചാൽ അത് നേരെയാവൂല. കുഞ്ഞിലെ അള്ളാഹുവിന്റെ ഹബീബ സഹാബാക്കൾ നബിതങ്ങളുടെ കൂട്ടത്തിൽ നമസ്കരിക്കുമായിരുന്നു. ഫ്രണ്ട് സ്റ്റെപ്പിലാണ് ഏതെങ്കിലും ഒരു കൊച്ചു കേറി നിന്ന അവൻ പിന്നെ പള്ളി വരുത്തില്ല. ഇല്ല സാറന്മാരെ, മക്കളോട് കരുണയോട് പെരുമാറി അവര് ദീൻ കണ്ട് വളരട്ടെ. മക്കളോട് നല്ല രീതി പെരുമാറി കഴിഞ്ഞാൽ അവര് നമ്മളെ കൂട്ടത്തിൽ ദീനിയായി ജീവിക്കും. നമുക്ക് അടുത്ത വരുന്ന തലമുറ ദീൻ ജീവിക്കുന്നതായിത്തീരും. 2 കാര്യങ്ങൾ ചെയ്യണം മക്കളോട്, ചെറുപ്പക്കാരോട്. ഒന്ന്, അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം.
ലോഹറിനും ദുആ, അസറിനും ദുആ, വാലിബിനും ദുആ, ഇശാക്കും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. രണ്ടാമത് കുറ്റം പറയും മക്കളെ. നല്ല ടൈറ്റ് ജീൻസ് ഒക്കെ ഇട്ടുകൊണ്ട് വരും. എന്ത് വേണം ഇടാ ഒരാൾ ഓടെ ഊരാൻ രണ്ടുപേര് വേണം. തൊപ്പിയൊക്കെ അവർ ചിലപ്പോൾ ഇല്ലാതെ വരും. സ്നേഹത്തോടെ സന്തോഷം കൂട്ടത്തിൽ കൊണ്ടു നടന്ന് പൊറോട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കൊണ്ടു നടന്ന് സ്നേഹത്തോടെ കൊണ്ടു നടന്ന പതുക്കെ അവരിൽ എന്തായി നമ്മൾ ചിലപ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്. അവര് ദീന്റെ ദായികളായി മാറും. ദീന്റെ നമ്മളെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കും. നമ്മളെ കണ്ണിന്റെ മുമ്പിൽ അവർ ഈ അള്ളാന്റെ ദീന്റെ പശു ചെയ്യുന്നത് കണ്ടുകൊണ്ട് നമുക്ക് മരിക്കാൻ സാധിക്കും. എന്താ അള്ളാഹ് സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെ നമ്മുടെ കുടുംബത്തിൽ നന്നാക്കി തീരുമാനാകട്ടെ. അതുകൊണ്ട് മക്കളോട് നല്ല രീതിയിൽ പെരുമാറ്റി അള്ളാഹ് കബൂലാക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി ഉലമാക്കൾ പറയും നമ്മളെ മക്കളെ ആര് കൊണ്ടുപോകും? നമ്മളെ മക്കൾക്ക് നമ്മൾ ദീൻ നൽകിയില്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ബസ് അതിനകത്ത് AC ഫിറ്റ് ചെയ്തു, അതിനകത്ത് പുഷ് ബാക്ക് സീറ്റ് ഫിറ്റ് ചെയ്തു, അതിനകത്ത് റിമോട്ടിന്റെ എല്ലാ കൺട്രോളിംഗ് ഫിറ്റ് ചെയ്തു, പക്ഷെ ബ്രേക്ക് ഫിറ്റ് ചെയ്തില്ല. ഈ വണ്ടി എവിടെ പോയി വീഴുന്നു ഒരു പിടിയില്ല. കാരണം ബ്രേക്കില്ല, ബാക്കിയെല്ലാം ഉണ്ട്. സാറേ അവൻ അവിടോട്ട് പഠിപ്പിച്ചു, അവൻ ഇവിടോട്ട് പഠിപ്പിച്ചു, അറബി പഠിപ്പിച്ചു, ഇംഗ്ലീഷ് പഠിപ്പിച്ചു, ഉറുദു പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു. ദീൻ പഠിപ്പിച്ചില്ല, അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തില്ല. പക്ഷെ ഇതിൽ ഒരു നിയന്ത്രണം ഉണ്ടാവില്ല സാർ, ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. നമ്മളെ കൂടെ കൊണ്ടുവരുന്ന അവരെ പരിശ്രമിക്കണം. അവർ ചെയ്യുന്ന എല്ലാ പ്രതിഫലങ്ങളും നമ്മളെ കിതാബിലേക്ക് എത്തും. എന്താ ഇൻഷാ അള്ളാഹ് നല്ല അമൽ. അതുകൊണ്ട് ഏറ്റവും വലിയ സന്ദർഭം ഇപ്പൊ നമുക്ക് വരികയാണ്. ഏപ്രിൽ വെക്കേഷൻ വലിയ നിയന്ത്രണം നോക്കി നമ്മൾ ഓരോ മുതിർന്ന ആൾക്കാർ ആഗ്രഹിക്കണം. എന്റെ കൊച്ചപ്പാടം മോൻ, എന്റെ അനിയന്റെ മോൻ, എന്റെ സ്വന്തം മോൻ, എന്റെ പെങ്ങളെ മോൻ അള്ളാന്റെ മാർഗത്താ ഞാൻ വിടാം. ഇങ്ങനെ ഓരോരുത്തർ പറയിച്ചാണ്, ഓരോരുത്തർ പറയും എന്റെ മോൻ അള്ളാന്റെ മാർഗത്തിൽ ഏപ്രിൽ വെക്കേഷനിൽ ഓരോരുത്തർ ആരൊക്കെ പറയണം പറയിച്ചാണ്. സ്വന്തം അനിയന്റ് പറയും എന്റെ മോനെ അയക്കാം, എന്റെ അനിയന്റെ മോനെ അയക്കാം. പറയും ഹിമ്മത്തോട് പറയിച്ചാണ്. പിന്നെ രണ്ടാമത്തെ റൗണ്ട് ചെറുപ്പക്കാർ നമുക്ക് ചോദിക്കാം. ഇപ്പൊ മുതിർന്നവര് പറയും, സ്വന്തം പറയും പെട്ടെന്ന് പറയിച്ചാണ്. പേരെന്താ? സക്കീർ സാഹിബിന്റെ മോന്റെ പേരെന്താ? ജ്യേഷ്ഠന്റെ മോൻ. അള്ളാഹ് കബൂലാക്കുമാറാകട്ടെ. അള്ളാഹ് സുബ്ഹാനഹു വ തആല കണ്ണിന് കുളിർമയാകുന്ന മോനാക്കി കൊടുക്കുമാറാകട്ടെ. ഇമ്മോത്തര പറയും ജ്യേഷ്ഠന്റെ മോൻ അള്ളാഹ് കബൂലാക്കുമാറാകട്ടെ. രണ്ട് കൊച്ചുമക്കൾ അള്ളാഹ് കബൂലാക്കുമാറാകട്ടെ. മസൂദാൻ രണ്ട് കൊച്ചുമക്കൾ. സ്വന്തം ഹബീബ് സാഹിബിന്റെ മോൻ അള്ളാഹ് കബൂലാക്കുമാറാകട്ടെ. ഇമ്മോത്തര പറയും എന്താ പേര്? മുഹമ്മദ് അൽതാം അള്ളാഹ് കബൂലാക്കുമാറാകട്ടെ. അള്ളാഹ് കണ്ണിന് കുളിർമയാകുന്ന മോനാക്കി കൊടുക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിക്കുന്ന മോനാക്കുമാറാകട്ടെ. മോന്റെ പേരെന്താ? ഹാഷിം. ഡോക്ടർ സാഹിബിന്റെ മകൻ ഹാഷിം അള്ളാഹ് കബൂലാക്കുമാറാകട്ടെ. സിദ്ദീഖ് സാഹിബിന്റെ മോൻ. ഹിമ്മത്തോട് പറയും ചെറുപ്പക്കാരും പറയും ഇൻഷാ അല്ലാഹ് നല്ല ഉഷാറാവണം ചെറുപ്പക്കാർ. ദീൻ ഏറ്റവും വലിയ അന്തസ്സായ കാര്യമാണ്. നമുക്ക് അന്തസ് വേണം അള്ളാഹുടെ ദീന്റെ എടുത്തോട് നടക്കാൻ വേണ്ടിയിട്ട്. മുഹമ്മദ് ജുനൈദ് അള്ളാഹ് കബൂലാക്കുമാറാകട്ടെ. ഹിമ്മത്തോട് പറയും ഹിമ്മത്തോട് പറയും മക്കൾ അള്ളാന്റെ മാർഗത്തിൽ മക്കൾ അള്ളാഹ് പുറപ്പെട്ടു പോയിട്ട് വന്നാൽ നമുക്ക് പ്രയോജനമുള്ളവരായി തീരും. മുതിർന്നവരും പറയും കൂട്ടത്തിൽ. ഒരു ചെറുപ്പക്കാർ ഒരു വാപ്പ പറയാണ് എന്റെ മോന്റെ അടുത്ത് എന്റെ കാലം തെക്കിത്തരാൻ പറഞ്ഞു. അപ്പൊ വാപ്പ മോൻ പറയാ 500 രൂപ തരാൻ പറഞ്ഞു. കാല് വെക്കാൻ 500 രൂപ. അള്ളാഹുമാരെ പുറപ്പെട്ടു പോയി, തിരിച്ചു വന്നു. വാപ്പാടെ പ്രതിഫലം കേട്ട് തിരിച്ചു വന്നു. വാപ്പാടെ മുഖത്ത് വെച്ചിട്ട് അച്ഛന്റെ പ്രതിഫലം ഇതെല്ലാം കേട്ട് മടങ്ങി വന്നു. വാപ്പ ഉറങ്ങുന്നു. അല്ല വാപ്പ തൗബ ചെയ്ത് മോൻ ചെന്ന് വാപ്പാടെ അടുത്തിരുന്ന് കാല് നെക്കാൻ തുടങ്ങി. വാപ്പ കണ്ണു തുറന്ന് മോൻ കാല് നെക്കുന്നില്ല, കൊല്ല പൈസ ഒന്നും തരാനില്ല കയ്യിൽ. ഒരു വാപ്പ പറയാണ് എന്റെ മോൻ ജമാഅത്തിൽ പുറപ്പെടും, ഇപ്പൊ എന്റെ ദേവൊക്കെ നെക്കി തരാറുണ്ട്. അവൻ ജമാഅത്തിൽ പോകുന്നതിന് മുമ്പ് നെക്കി തരുമായിരുന്നു, കൊങ്ങാക്കി നെക്കി തരുമായിരുന്നു. അത് കൊങ്ങയ്ക്ക് നെക്കുമായിരുന്നു. അതുപോലെ അള്ളാഹുമാരെ പുറപ്പെട്ടു എത്തിച്ചപ്പോ എന്തായി? മോൻ സന്തോഷമുള്ള മോനായി. അത് പറയുമ്പോ നിർമ്മത പറയും എന്റെ മോൻ അതാണ് വഴി. ഷാജഹാൻ സാഹിബ് 2 മക്കളും പറയും. ഹിമ്മത പറയും മുഹമ്മദ് അസ്കർ അള്ളാഹ് കബൂലാക്കുമാറാകട്ടെ. നല്ല മോനാക്കുമാറാകട്ടെ. ഹിമ്മത പറയും അബ്ദുൽ കരീം സാഹിബ് അള്ളാഹ് കബൂലാക്കുമാറാകട്ടെ. കുറച്ച് സമയം ഭക്ഷണം കഴിക്കാൻ സമയം മുഹമ്മദ് പറയും. ചെറുപ്പക്കാരെണീറ്റ് പറയും 3 ജമാഅത്ത്. മോന്റെ പേരെന്താ? സജിത്ത് അള്ളാഹ് കബൂലാക്കുമാറാകട്ടെ. സ്വന്തം പറഞ്ഞു അള്ളാഹ് കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി തസ്കീലെല്ലാം ഇൻഷാ അല്ലാഹ് അസ്റും മഗ്‌രിബിനൊക്കെ നടക്കും. അപ്പൊ പേരുകൾ പറയാം ഇൻഷാ അല്ലാഹ്. അള്ളാഹ് എല്ലാവരും പേര്. എന്താ പേര്? ജമാൽ. മോന്റെ പേരെന്താ? ഇർഫാൻ. മോന്റെ പേരെന്താ? റംസീൻ. അള്ളാഹ് കബൂലാക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.
ഷൈജു അല്ലേ? ആകർഷിക്കണം, അള്ള കബൂലാക്കണേ. ഇപ്പൊ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ.